അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ മാതൃകകളിലൊരാളാണ് മഹാനായ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. മക്കയിൽ അടിമയായി ജീവിച്ചിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചു. ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി നെഞ്ചിൽ വലിയ കല്ലുവെച്ചിട്ടും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഉയർന്നത് ഒരേയൊരു വാക്കായിരുന്നു, അഹദ് അഹദ്, അവൻ ഏകനാണ്, അവൻ ഏകനാണ്. ഒടുവിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ മോചിപ്പിച്ചു. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിച്ചതായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും സാമീപ്യവും ലഭിച്ചതായിരുന്നു. മദീനയിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅദ്ദിനായി. അദാൻ വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിന് വലിയ സന്തോഷമായിരുന്നു. ഒരു ദിവസം ഫജ്ർ നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. ബിലാലെ, ഇസ്ലാമിൽ താങ്കൾ ചെയ്തതിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന അമൽ ഏതാണെന്ന് പറയൂ. സ്വർഗത്തിൽ എൻ്റെ മുന്നിൽ താങ്കളുടെ ചെരുപ്പിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വലിയ അമൽ ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഞാൻ വുളു എടുത്താൽ അതിനുശേഷം എനിക്ക് സാധിക്കുന്നത്ര നിസ്കരിക്കാറുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. ഇതായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം. അദ്ദേഹത്തിൻ്റെ നിറമോ വംശമോ സമ്പത്തോ അല്ല, ഈമാനും അമലുമാണ് അദ്ദേഹത്തെ ഉയർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളോട് അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ കൂടുതൽ ബന്ധപ്പെട്ടവരാണ്. സൂറത്തുൽ അഹ്സാബ് 6-ാമത്തെ ആയത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഈ സ്നേഹവും ബന്ധവുമായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം. പിന്നീട് ആ ദുഃഖദിനം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ആ വേർപാട് സഹിക്കാനായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അദ്ദേഹം മദീന വിട്ട് ഷാമിൽ താമസമാക്കി. മദീനയെ അദ്ദേഹം വെറുത്തത് കൊണ്ടല്ല, മറിച്ച് മദീനയിലെ ഓരോ വഴിയും ഓരോ സ്ഥലവും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മിപ്പിച്ചത് കൊണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ദിവസവും കൊടുത്തിരുന്ന അദാനിൻ്റെ ശബ്ദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം, അവിടുത്തെ സാന്നിധ്യം എല്ലാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ജീവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഒരു വാക്കായിരുന്നില്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. റസൂൽ നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക, അവിടുന്ന് നിങ്ങളെ വിലക്കിയത് ഉപേക്ഷിക്കുക. സൂറത്തുൽ ഹശ്ർ 7-ാമത്തെ ആയത്താണിത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് മാത്രം പോരാ. ആ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പിന്തുടരുന്നതിലൂടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മർഉ മഅ മൻ അഹബ്ബ. മനുഷ്യൻ താൻ സ്നേഹിച്ചവരോടൊപ്പമായിരിക്കും. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. എത്ര വലിയ പ്രതീക്ഷയാണിത്! നാം മദീനയിൽ ജീവിക്കുന്നില്ലെങ്കിലും പ്രശ്നമില്ല, മദീന നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇബാദത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് കാണണം. നമ്മുടെ സ്വഭാവത്തിൽ അവിടുത്തെ സ്വഭാവം കാണണം. നമ്മുടെ കുടുംബ ജീവിതത്തിലും ഇടപാടുകളിലും ഇടപെടലുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മാതൃക കാണണം. ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു. ആ സ്നേഹം അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിക്കാൻ പ്രേരിപ്പിച്ചു. ആ സ്നേഹം തന്നെയാണ് മരണത്തിനപ്പുറവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചേരാനുള്ള പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, അല്ലാഹുവേ, ഞങ്ങൾക്ക് നിൻ്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം നീ നൽകി അനുഗ്രഹിക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.